കുറേയൊക്കെ ഇത് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, പ്രൈസ് ഗോഡ്. ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനാവശ്യമായിട്ട് ഒരുക്കപ്പെട്ട ഒരു മനസ്സ് വേണം എന്ന് പറഞ്ഞ് അതിൽ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയായിട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും നമുക്ക് പോകാനായിട്ട് സമയം കിട്ടത്തില്ല. അത് തുടർച്ചയായിട്ട് പെട്ടെന്ന് അങ്ങ് തീർത്തു പോകാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം. പ്രൈസ് ഗോഡ്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ഇയറിന് നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗമുണ്ട്. ന്യൂ ഇയറിന് നമ്മൾ പറഞ്ഞ നമ്മുടെ അനുഗ്രഹവും വർധനയും എന്ന് പറയുന്നതിന് ആധാരമായിട്ട് നമ്മൾ പറഞ്ഞ റോമലേഖനം 6-ാം അധ്യായം അതിനകത്ത് ആ വാക്യതകൾ മറന്നു പോകരുത്. അതിനെ തുടർന്നാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെയൊക്കെ കയറിപ്പോയത്. അപ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ദൈവാനുഗ്രഹം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും ദൈവാനുഗ്രഹത്തെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, നമ്മുടെ പിതാക്കന്മാരുടെ അനുഗ്രഹമുണ്ട്, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. ആമേൻ. ഞങ്ങൾ പറയും ദൈവദാസന്മാരുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറയും. ആമേൻ. നമ്മുടെ മേലുള്ള അതോറിറ്റീസിന്റെ അനുഗ്രഹമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വിഷയമായതുകൊണ്ട് ദൈവാനുഗ്രഹത്തെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ 118-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, ആലയത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അവിടെ നിന്ന് ആലയത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആലയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്നൊരു അനുഗ്രഹം പ്രാപിച്ചു വേണം നമുക്ക് പോകാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഒന്ന് ഒരുക്കപ്പെട്ട ഒരു മനസ്സ് വേണം, രണ്ടാമത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വേണം, മൂന്നാമത് ഒരാളെ കണ്ടാൽ അവന് വല്ലതും കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഈ 3 സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്തിൽ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അല്ല പറയുന്ന, പിശാചാ പറയുന്നേ. 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അപ്പോ പിശാച് ദൈവസന്നിധി ചെന്നിട്ട് പറയുകയാണ്, നീ ഇയ്യോബിനെ അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ദൈവഭക്തനായിരിക്കുന്നത്. ഇയ്യോബിന്റെ അനുഗ്രഹം ഒന്ന്, അവന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്, അല്ലെ? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് ദൈവാനുഗ്രഹം. ആമേൻ. രണ്ടാമത് പറഞ്ഞ അവന്റെ കൈകളുടെ പ്രവൃത്തിയ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. മൂന്നാമത് പറഞ്ഞു, അവന്റെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഇപ്പൊ ഇയ്യോബിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇയ്യോബിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമെങ്കിൽ, കൈകളുടെ പ്രവൃത്തിയെ അവന് അനുഗ്രഹിക്കപ്പെട്ട് കിട്ടണമെങ്കിൽ എവിടുന്ന് വരണം ആ അനുഗ്രഹം? മേളിൽ നിന്ന് വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ആർക്കൂടെ കാണാമെന്നറിയാവോ? ഒരാളെ ദൈവം അനുഗ്രഹിച്ചാൽ ആർക്കൂടെ കാണാമെന്നറിയാവോ? പിശാചിനും കാണാം. അവനാകുന്ന പരിപാടി എല്ലാം നോക്കിയിട്ടും ദൈവം അനുഗ്രഹിച്ച ഇയ്യോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെ തടയാൻ അവന് പറ്റിയോ? ദൈവം ഒരുത്തന് വേലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് ഒരു കാര്യം അവനെ കൊണ്ട് പറ്റത്തില്ല.
Praise God. Amen. അപ്പോ ശരിക്കും ആമേൻ ഈ ദൈവാനുഗ്രഹത്തിനകത്ത് ദൈവിക സൗഖ്യമുണ്ട് കേട്ടോ. Praise the Lord. ഞാൻ ഒരു വാക്കിൽ അത് പറഞ്ഞു വിടുക എന്നത് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വേറൊരു ദിവസം അതിലേക്ക് പോകാം. ദൈവിക സൗഖ്യമുണ്ട്. ഞാൻ ഒരിക്കൽ മാത്രം ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു. ദൈവിക സൗഖ്യം എന്ന് പറയുമ്പോൾ ഡിവൈൻ ഹീലിംഗ് ഉണ്ട്, അപ്പൊ തന്നെ ഡിവൈൻ ഹെൽത്തും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കുന്ന, നിങ്ങൾ പണിയ അസുഖം വരാതിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. അസുഖം വന്ന നമ്മളെ സൗഖ്യമാക്കുന്ന ഡിവൈൻ ഹീലിംഗും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ഈ ഭാഗം എടുത്തു പോകുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ദൈവം എന്നോട് ഇടപെട്ട ഭാഗങ്ങളിലൂടെ മാത്രമാണ് ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാനുഗ്രഹം നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തരണമെങ്കിൽ, ആമേൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും എന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ? ആമേൻ. നീ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു ദൈവാനുഗ്രഹം നിനക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. നിന്റെ കൈകളുടെ പ്രതി ഇല്ലയോ? ഇന്ന് പകൽ ഇതിവിടെ വെളിപ്പെടുന്ന ദൈവവചനം ചിലതിനെ തൊടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വർഷത്തെ കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന്. അതിനകത്ത് ഒരാൾ പോലും മാറിയിരിക്കത്തില്ല. എല്ലാവരുടെ മേലും ദൈവ അനുഗ്രഹം ഇറങ്ങുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വർഷമായി ദൈവം അത് ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം. ആമേൻ. അത് ദൈവം ചെയ്യാൻ എന്താണ് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ മാറ്റി വെക്കാനോ തടയാനോ ആർക്കും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് ഒരാളിന്റെ കൈകളുടെ പ്രവൃത്തിയിൽ ദൈവം അനുഗ്രഹിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായിട്ടും ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് സാത്താനാണ് പോയി ശരിക്കും പറഞ്ഞ ദൈവത്തോട് പറയുന്ന നീ അനുഗ്രഹിച്ചിരിക്കല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബിന്റെ കാലഘട്ടങ്ങളെക്കാൾ അടുത്തൊരു കാലഘട്ടത്തിൽ വന്നപ്പോ നമുക്ക് പ്രത്യേക ചില അനുഗ്രഹങ്ങൾ കിട്ടും. ആമേൻ. യേശുവിനെ കിട്ടിയത് തന്നെ അനുഗ്രഹമാണ്. എത്ര പേർക്ക് സ്വന്തം ചെയ്യാൻ പറ്റും? യേശുവിനെ കിട്ടിയത് അനുഗ്രഹമാണ്. ഇയ്യോബിനൊന്നും കിട്ടിയില്ലായിരുന്നു, നമുക്ക് ആമേൻ. പരിശുദ്ധാത്മാവിനെ കിട്ടിയത് എനിക്ക് ഈ ഭാഗം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു വരിക ദൈവത്തോടുള്ള ഒരു സന്തോഷമാണെന്നോ ആനന്ദമാണെന്നോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അല്ലേ, ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്കത് ലഭിച്ചു. ഹല്ലേലൂയ. ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? കഴിഞ്ഞ ആഴ്ച അതിനകത്താണ് നമ്മൾ നിന്നത്. ഹല്ലേലൂയ. അതിലേക്ക് നമ്മൾ വരും. ഇന്ന് നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിക്കും ദൈവാനുഗ്രഹം നമ്മുടെ മേൽ ഇറങ്ങി നിന്നാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ആമേൻ. അതിലേക്ക് പുറകാലേ വരാം. ആമേൻ. ശരിക്കും പറഞ്ഞാൽ രാവിലെ സമയത്ത് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തോട്ട് വന്നൊരു ചിന്ത. അപ്പോ ആ ഭാഗം തൊട്ടു പോകണമെന്ന് എൻ്റെ അകത്ത് ആത്മാവിൽ ബോധ്യം ലഭിച്ചത് കൊണ്ട് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഈ കണ്ടാല് ആൾ കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. ആമേൻ. ചിലരെ കണ്ട ദൈവത്തിന് അനുഗ്രഹം കൊടുത്തേ നിങ്ങൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാണ് ചിന്തിക്കുന്നത്. വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഒരു സഹോദരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമുക്ക് വായിക്കാം 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം.
മതി മതി മതി. അവിടെ ആ പ്രാർത്ഥനയ്ക്കകത്തെ 2 വാക്ക് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, അവള് ദൈവസന്നിധി ചെന്നിട്ട് പറയുക, നീ എന്നെ ഒന്ന് ഓർക്കണം. ഇവിടെ തമ്പുരാൻ ഇവളെ എന്നെ ഓർക്കാനും, ഞാൻ കോടിക്കണക്കിന് ജനം ഉള്ള ഈ ഭൂമണ്ഡലത്തിൽ ഒരാൾ എന്ന് ദൈവത്തോട് പറയുക, നീ എന്നെ ഒന്ന് ഓർക്കണം. ആമേൻ ആമേൻ. രണ്ടാമത് പറയുന്നത് എന്ന് അടിയനെ നീ മറക്കാതിരിക്കണം. ഈ 2 കാര്യങ്ങൾ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തൊന്ന് കേറണേ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ദൈവം നിങ്ങളെ ഓർക്കുമോ? അത്രയും വലിയ കോടിക്കണക്കിന് മനുഷ്യരുള്ള കൂട്ടത്തിൽ എന്നെ ദൈവം എന്ത് ഓർക്കാൻ? ഇതൊരു സഹോദരി ദൈവാലയത്തിൽ ചെന്നിട്ട് അവിടെ മുട്ടുമടക്കി ദൈവത്തോട് പറയുക, നീ അടിയനെ എന്നെ ഒന്ന് ഓർത്ത് അടിയനെ നീ മറക്കാൻ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ. 2 ക്ലോസാ വെച്ച്. ഒന്ന്, 2 ഒരേ അർത്ഥം തന്നെയാണ് അല്ലേ? നീ എന്നെ മറക്കാതെ നീ എന്നെ നോർക്കണം. നീ എന്നെ മറക്കാതെ നീ എന്നെ നോർക്കണം. അതിന് 19ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം അവളെ ഓർത്തം. 19ാമത്തെ വാക്യം കൂടെ വായിച്ചോ. അപ്പം അവിടെ പ്രാർത്ഥന എത്തോ? യഹോവ അവളെ ഓർത്തു. ഈ വലിയ ആഴമുള്ള വലിയ മെസ്സേജിലേക്കൊന്നും അല്ല പോകുന്നത്. ഇന്നൊരു സിമ്പിൾ കാര്യത്തിലാണ് പോകുന്നത്. പക്ഷെ ഇതിനൊരു ഭയങ്കര ഡെലിവറൻസ് നടക്കും. ദൈവനോട് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഇന്നിപ്പോ ഏലോഹി പാടി നമ്മൾ ഇതെല്ലാം പറഞ്ഞു തന്നെ. ഈ ദൈവം ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നേ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നീ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന അല്ലെ ഒരു നെടുവീർപ്പിന്റെ മുമ്പിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമായി ദൈവമെന്ന്. ആമേൻ. ചിലരോടൊക്കെ പേഴ്സണലി ദൂത് പറയാൻ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ആളോട് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് പുറകിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവക്ക് ഈ അനുഗ്രഹം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇവൾ ആലയത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഇല്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൾ ആലയത്തിൽ എല്ലാ വർഷവും പോവുക പതിവുണ്ടായിരുന്നു. പോകാൻ ഇറങ്ങുമ്പോ അവിടെ ഒരു സഹോദരി ഭയങ്കരമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കും. മുഷിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്ന വചനം. ഭയങ്കരമായിട്ട് അങ്ങ് മുഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ ചോദിക്കാനുള്ള, ഞാനേ ഇതുവരെയും ആലയത്തിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ ആരാധിക്കാനും പോയില്ല. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടില്ല, ഇതുപോലെ ഇതിനൊന്നും പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യവും തടസ്സപ്പെടുന്നില്ല. നീ ഇത്രയും നാള് പോയിട്ട് നിനക്ക് എന്തോ സാധിച്ചു? പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് പോകുമ്പോ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ആരാധനയ്ക്ക് പോകുന്നതിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. നിനക്ക് എന്തോ കിട്ടി ഇങ്ങനൊക്കെ ചോദിക്കുന്ന ഒരു മുഷിപ്പ്. ഈ മുഷിപ്പ് വന്നോണ്ടേ ഉണ്ടല്ലോ. നമ്മളൊക്കെ ആണെന്ന് പറയും, പാസ്റ്ററെ ഞാൻ ഇനി വരുന്നില്ല. അങ്ങനെയൊന്നും അല്ല അവള് പറഞ്ഞേ. അല്ലേ, അതൊക്കെ ഒരു കാര്യം അറിയാം. ഈ പറഞ്ഞവനെ കൊണ്ടോ ഈ നിൽക്കുന്ന പാസ്റ്ററെ കൊണ്ടോ വേറൊരാളെ കൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. എന്നെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ, അവൻ എന്നെ മറക്കാതിരുന്നാൽ എന്റെ കയ്യിൽ എനിക്ക് ലഭിക്കേണ്ടത് കിട്ടും. നിശ്ചയമായിട്ടും ഇന്ന് പകൽ ഹല്ലേലൂയ. അവൾ ആലയത്തിൽ ചെന്ന ആലയത്തിൽ ചെന്ന് അവൾ അവിടെ സങ്കടം പകരുമ്പോ അവിടെ നിന്ന് പുരോഹിതന് വേണ്ട വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ണ് മങ്ങിയിരുന്നെന്നാ പറയുന്നത്. എനിവേ അപ്പൊ ഇവള് അവിടെ നമ്മുടെ ചുണ്ടനങ്ങുന്ന ഏതായാലും കണ്ടു. ചുണ്ടനങ്ങുന്ന കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, അങ്ങനെ ഒരു നീച സ്ത്രീ ആയിട്ട് എന്നെ കാണരുത്. ഇവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ.
വീഞ്ഞ് കുടിക്കുവാണെങ്കിൽ ആരായിട്ടാ കാണുന്നേ? ഓ, നിങ്ങൾ വിട്ടുകളയാതെ കയ്യിലിരിക്കണേ. അങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പിണങ്ങ നീജ സ്ത്രീയുടെ കൂട്ടത്തിലാ. ഈ വചന ഞാൻ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. അത് വിട്ടേരെ, പ്രൈസ് ദി ലോർഡ്. നീജ സ്ത്രീയായിട്ട് എന്നെ കാണരുത്. നീ എന്നെ കാണുമ്പോ ഹല്ലേലൂയ, ഞാൻ എന്റെ സങ്കടം കൊണ്ടും എന്റെ വ്യസനത്തിന്റെ ആധിക്യം കൊണ്ടാ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ സങ്കടവും എന്റെ വ്യസനത്തിന്റെ ആധിക്യം കൊണ്ടാ ഞാനിത് ഹല്ലേലൂയ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്ര വേദനയോടെ ഇരിക്കുന്നവൾ അത് പറഞ്ഞപ്പോ അദ്ദേഹം വാ തുറന്ന് പറയുന്നതെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ എന്തുവാന്ന് പോലും ചോദിച്ചില്ല. എന്തിനാ നീ പ്രാർത്ഥിച്ചെന്നും ചോദിച്ചില്ല. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക്, നീ കഴിച്ച അപേക്ഷയ്ക്ക് അവൻ നിനക്ക് നൽകട്ടെ. ഇത് ഇന്നും ജനത്തോട് പറഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. ആലയത്തിൽ നിന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞിരിക്കുന്ന, ആലയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ജനത്തെ നോക്കിയിട്ട് പറയണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കൈയടിക്കാൻ വരട്ടെ. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പുരോഹിതൻ ഇവളോട് പറഞ്ഞിട്ട് ഹല്ലേലൂയ, അന്നേരം ഉണ്ടല്ലോ ഇത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കൂട്ടല്ല. അവള് അന്നേരം തന്നെ എഴുന്നേറ്റ് അവൾ അവിടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചു. പിന്നെ ഉപസിച്ചില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? അവള് ബലപ്പെട്ടു. ഈ പറഞ്ഞ ഒറ്റ വാക്ക് മതിയായിരുന്നു അവിടെ ഉള്ളിൽ അത് വിശ്വാസമായിട്ട് പരിണമിച്ചു. അവർക്ക് മനസ്സിലായി, ഹല്ലേലൂയ, പുരോഹിതന് കണ്ണ് കാണത്തില്ലേലും ദർശനം ഇല്ലേലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ പരിചയത്തിൽ നിന്നായിരിക്കും. പക്ഷെ ഇവിടെ ഒരാൾ അപേക്ഷയും അഭയാചനയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സങ്കടം ഈ ആലയത്തിൽ വന്ന് പകർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഇസ്രായേലിന്റെ ദൈവം ഇടപെടുമെന്ന് നമ്മൾക്ക് നല്ലപോലെ അറിയാം. അവൾ അവളുടെ ഭവനത്തിൽ പോയി ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ്, ഇതാണ് വാഗ്ദത്തം നിങ്ങളോടുള്ള. ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് ഇന്ന് മകൾ ഹല്ലേലൂയ, നീ പല വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ടു ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, ശക്തമായി ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഇന്ന് പകൽ ഇവിടെ നീ കൊടുക്കുന്ന അപേക്ഷ, ഇന്ന് പകൽ നീ ദൈവസന്നിധിയിൽ വെക്കുന്ന ഈ വിഷയം, ഇതിന് ഒരു മറുപടി ഉണ്ട്. ഒരാണ്ട് ഇന്ന് മുതൽ നിങ്ങൾ കുറിച്ചിട്ടോ, ഒരാണ്ട് പോകില്ല. അതിനു മുമ്പേ ഒരാണ്ട് പോകില്ല. ഡിസംബർ 31 വരെ പോകില്ല. അതിന് മുമ്പ് ചിലതിന് മറുപടി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോ വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? നാളുകളായി നീ കരയുന്ന, നീ വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന ഈ വിഷയത്തിന് ഒരു ദൈവപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുജനെ നോക്കി പറയാൻ ദൈവാത്മാവിനോട് രാവിലെ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആലയത്തിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ആലയത്തിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ എന്നൊരു ചോദ്യത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതിനൊരു മറുപടി ദൈവാത്മാവ് ഇന്ന് പകലാതെ ദൈവസന്നിധിയിൽ വെച്ച നിന്റെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന്. ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് നീ ചിലത് നിന്റെ കൈപ്പിടിയിൽ നിനക്ക് കാണത്തക്കവണ്ണം കൈ ലഭിക്കുമെന്ന് ഈ പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ആലയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഭയങ്കര ശക്തമായിരിക്കും. ഈ ആലയത്തിൽ നിന്നോടും ദൈവം പറയുന്നു, ഒരാണ്ടിനും ഉള്ളിൽ ഹല്ലേലൂയ, ഒരാണ്ടിനുള്ളിൽ ഹല്ലേലൂയ ഈ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പുറകിൽ ഹല്ലേലൂയ പ്രിയ നിന്നോട് ദൈവം ഇടപെടുകയാണ്. ഒരാണ്ടിനുള്ളിൽ
ആമീൻ ഒരൊറ്റ വർഷത്തിനുള്ളിൽ ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമീൻ ഇന്ന് പകൽ ഇവിടെ നീ വെച്ച വിഷയത്തിന് മുൻപാകെ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നില്ല. ആമീൻ ചിലരൊക്കെ ഇതിനകത്തിരിക്കുന്നവരെ എനിക്കറിയാം. ആമീൻ ഹല്ലേലൂയ. ആമീൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയാ. ആമീൻ ഈ ആലയത്തിൽ നിന്ന് ഇന്ന് പകൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാ. ആമീൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വെച്ച വിഷയത്തിന്റെ മറുപടി ഈ ആണ്ടിൽ ആമീൻ അവർ കാണട്ടെ. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിക്കേണ്ടതായിട്ട് വരും. റീത്തോ ആമീൻ ഹല്ലേലൂയ തൊട്ട് ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഇരിക്കുന്ന ആള് ആമീൻ ഹല്ലേലൂയ ഇപ്പുറത്ത് ഫർലിന് ആമീൻ ഹല്ലേലൂയ ആമീൻ പുറകില് ആമീൻ ഹല്ലേലൂയ ആമീൻ ഓരോരുത്തരുടെ ആമീൻ ആമീൻ പേര് വിളിക്കേണ്ടി വരും. ആമീൻ ഇന്ന് പകൽ ഹല്ലേലൂയ ഇതൊരു പ്രത്യേക സെഷനാണ്. ഇതൊരു പ്രത്യേക സെഷനാണ്. ഈ പകൽക്കാലത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാ പറയുന്നു ഇതൊരു പ്രത്യേക സെഷനാ. ഇന്ന് പകൽ ഈ വചനം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുമ്പോ ആമീൻ ദൈവസന്നിധിയിൽ ആമീൻ ഹല്ലേലൂയ നിന്റെ ആമീൻ ഹല്ലേലൂയ വിഷയത്തെ നീ ആമീൻ ഫലമേൽപ്പിച്ചോ. ആമീൻ ജസ്ലീൻ ആമീൻ ഫലമേൽപ്പിക്ക. ആമീൻ ദൈവസന്നിധിയിലൊക്കെ കൊടുത്തോ. ഇന്ന് പകൽ ഇവിടെ വെക്കുന്ന വിഷയത്തിന് മേൽ ഒരു ദൈവിക വിടുതൽ ഇവിടെ മാത്രമല്ല പ്രിയമുള്ളവരെ. ആമീൻ ഈ ആലയത്തിൽ നിന്ന് ഈ സോമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയാ. ആമീൻ ഹല്ലേലൂയ. സൂമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ആമീൻ അവരുടെ മേൽ അനുഗ്രഹം ഇറങ്ങട്ടെ. ആമീൻ ദൈവത്തിന്റെ ധനം ഇന്ന് പകൽ ചലിക്കട്ടെ. ആമീൻ ദൈവം അവരെ മറക്കാതെ ആമീൻ ദൈവം ഓർക്കുന്ന ഒരു മകൾ Praise to Jesus. Hallelujah. Hallelujah. ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് ആമീൻ ദൈവത്തിന്റെ മറുപടിയുമായിട്ട് അവൻ ആലയത്തിൽ വന്ന് ആമീൻ അവിടെ ഇരിക്കുന്ന പുരോഹിതന് മുമ്പിൽ കൊണ്ട് നിർത്തിയതുപോലെ ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയുന്നു ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് ചില വിഷയങ്ങൾക്ക് മറുപടിയുമായി ചിലർ ഇവിടെ വന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ മറുപടിയുമായിട്ട് ഇവിടെ വന്ന് അവൻ ദൈവം ചെയ്തതിനെ കുറിച്ച് വ്യക്തമായി ആമേൻ പ്രൈസ് ഗോഡ് പറയും ഞാനത് വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുക മാത്രമല്ല ഞാൻ പറയുന്നത് അത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ആമേൻ. ഈ വർഷം നമ്മുടെ വർധനവിന്റെ വർഷമെന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വർഷമെന്ന് പറഞ്ഞാൽ ആമീൻ സഭ ആമീൻ ഹല്ലേലൂയ വ്യക്തികളാൽ അനുഗ്രഹിക്കപ്പെടുന്ന ആമീൻ ദൈവകൃപ വ്യാപരിക്കുന്ന ആമീൻ ദിവസങ്ങളായി സ്വർഗ്ഗം അത് ചെയ്യുമെന്ന് ഇന്ന് പകൽ ഹല്ലേലൂയ ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഈ പറയുന്ന ഹന്നായുടെ പഴയ ചരിത്രമൊന്നും ദൈവം നോക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ആ പ്രാർത്ഥനയുടെ ആ വാക്ക് ചില കാര്യങ്ങൾക്കുണ്ടല്ലോ. നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് യേശു ഭൂമി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്തെ ഒരു ശതാധിപൻ യേശുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു എന്റെ ബാല്യക്കാരന് ആമേൻ ഒരു സൗഖ്യം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരാം, സൗഖ്യമാക്കാൻ വരാം. അവൻ പറഞ്ഞു വേണ്ട, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ഞാനൊരു അധികാരത്തിന്റെ കീഴിലുള്ളവർ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാനൊരുത്തനോട് വരാൻ പറഞ്ഞാൽ വരും, ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകും. നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ യേശുവെന്ന് പറയുന്നത് ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനൊരു വിശ്വാസം കണ്ടില്ല. പക്ഷെ അവന്റെ വിശ്വാസം കണ്ടിട്ട് ചിലത് കാണുമ്പോ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം രൂപപ്പെട്ടു വരട്ടെ. വിശ്വാസം രൂപപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും പുറകെ ഇരിക്കുന്ന കുടുംബത്തോട് ഞാൻ പറയുകയാണ്, പേര് വിളിക്കുന്നില്ല ഞാൻ. ആമേൻ. ഓൺലൈനിൽ പോകുന്ന എന്റെ പേര് വിളിക്കാത്ത ആമേൻ. നിങ്ങൾ ഇതുവരെ അനുഗ്രഹം എന്താന്ന് കണ്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇതാണോ ആത്മീയ ജീവിതം എന്ന് തോന്നുമാണ്. പല വിഷയങ്ങൾ നിങ്ങളുടെ അടുത്ത് രൂപപ്പെട്ടു വന്ന് നിൽക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വസിക്കാൻ ദൈവാത്മാ പറയുന്നു.
ആമേൻ ഹല്ലേലൂയ. നിന്നെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ പലരും കടന്നു പോയെന്നിരിക്കും, പലരും തിരിഞ്ഞു നോക്കിയില്ലെന്നിരിക്കും, പലർക്കും നിന്നെ ഓർക്കാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ സമയത്ത് ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഹല്ലേലൂയ, ആമീൻ കാണുമെന്നും ചിന്തിക്കുമെന്നൊക്കെ ചിന്തിച്ച പലരും മറന്നുപോയി പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഹല്ലേലൂയ, ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ മറന്നുപോയി എന്ന് ചിന്തിച്ചാലും, ഹല്ലേലൂയ, ഒരു വാക്കുകൊണ്ട് ആലയത്തിൽ നിന്ന് എന്നെ ഓർക്കണം എന്ന് പറഞ്ഞ് ഹന്നയെ ഓർത്ത ഒരു ദൈവം ഇന്ന് പകൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാ, നിന്നെ മറക്കത്തില്ലെന്നേ. നീ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മറക്കത്തില്ല. എന്റെ ദൈവം മറക്കുന്ന ദൈവമല്ല. Praise God. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ചിലരുടെയൊക്കെ വിശ്വാസം കണ്ടിട്ട് ദൈവപ്രവൃത്തി അവിടെ തന്നെ വന്നത് നമുക്കറിയാം. പുതിയ നിയമത്തിൽ പല പല ഭാഗങ്ങളിലുണ്ട്. 4 പേരൊരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്ന് പുര പൊളിച്ച് താഴോട്ടിറക്കി അവന്റെ മുമ്പിൽ കൊടുത്തപ്പോ വന്നവന്റെ വിശ്വാസമല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ഇപ്പൊ ചിലത് കണ്ടാ കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നുമെന്ന് ഞാൻ പറഞ്ഞത്. ചിലർക്ക് വേണ്ടിയൊക്കെ ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുമ്പോ അവരുടെ വിശ്വാസത്തെ അല്ല ചിലപ്പോൾ ദൈവം കാണുന്നത്. ഇടിവിൽ നിൽക്കുന്നവന്റെ വിശ്വാസത്തെ. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭവനത്തിൽ ശരീരത്തിൽ രോഗമായിട്ട് കടന്നു വരാൻ കഴിയാതിരിക്കുന്ന കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഞാൻ അയക്കുകയാണ്. ഇന്ന് പകൽ ഒരു ദൈവിക വിടുതലോടെ ചലിക്കുവാനിടയാകട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഈ പകൽക്കാലത്തിന്റെ വിടുതലുകളെ കൊണ്ടുള്ള പകലാൽ സ്വർഗ്ഗത്തിൽ ചെയ്യുന്ന പകലാൽ ഈ പകൽക്കാലം ഇടപെടട്ടെ ദൈവവചനം. Praise to Jesus. Hallelujah. Hallelujah. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റുന്നില്ല, അടുത്തതിലേക്ക് കയറാൻ പറ്റുന്നില്ല. എന്നോട് ഈ ദൂത് മതി എന്നാണ് എന്നോട് പറയുന്നത്. ഇത് പക്ഷേ അകത്ത്, നിങ്ങളുടെ അകത്ത് കയറണം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ജനമുള്ളതിന്റെ കൂട്ടത്തിൽ നീ ആരെല്ലായിരിക്കും, പക്ഷെ എന്റെ ദൈവത്തിന് നീ വിലയേറിയതാ, എന്റെ ദൈവത്തിന് നീ മാന്യതയുള്ളതാ, എന്റെ ദൈവത്തിന് നിന്നെ വേണമെന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി പദ്ധതി കൊടുക്കുന്നത്. ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആരൊക്കെ മറന്നാലും, ആരൊക്കെ നിന്നെ വേണ്ടെന്ന് വെച്ചാലും എന്റെ ദൈവത്തിന് നിന്നെ ബോധിച്ചു. ആർക്കും ബോധിച്ചില്ലേലും എന്റെ ദൈവത്തിന്റെ ബോധിച്ചവൻ നിന്നെ മറക്കത്തില്ല, നിന്റെ കുടുംബത്തെ മറക്കത്തില്ല. ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ടെന്നേ. പലവട്ടം ചോദിച്ചു, പലവട്ടം ദൈവസന്നിധിയിൽ പറഞ്ഞു, പലവട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പല സമയങ്ങളിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് പകൽ വെളിപ്പെട്ട ദൈവജനം പറയുന്നു, ഈ ആലയത്തിൽ ഇന്ന് പകൽ നീ വെക്കുന്ന വിഷയത്തിന് മേൽ ഒരു അനുഗ്രഹത്തെ കാണാൻ, ഈ ആലയത്തിൽ ഇന്ന് പകൽ നീ വെക്കുന്ന വിഷയത്തിന് മേൽ ഒരു വിടുതലിനെ കാണാൻ ഒരാണ്ട് പോലും കഴിയുന്നതിന് മുമ്പേ അത് വെളിപ്പെട്ടു വരും. Praise to Jesus. Hallelujah. 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 അവൻ ഭോഷ്ക് പറയുന്നവനല്ലെന്നേ. എന്റെ ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. ആമേൻ. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ നിന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി ദൈവത്തോട് ചോദിച്ചല്ലേ, ഒരുപാട് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. Praise God. ആരോടൊന്നും പറയാനില്ലാതെ മൗനമായി നടന്നു. Praise the Lord. മറുപടി പറയാനില്ല. ഹല്ലേലൂയ. പല സമയങ്ങളിൽ കണ്ണു നിറഞ്ഞു. ഇതൊക്കെ ഒരു ഭാഗത്ത്. പക്ഷെ പകൽ ആത്മാവ് നിനക്കൊരു ഉറപ്പ് തരുകയാണ്. ഈ പകൽ നീ ഇവിടെ വെക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ഉണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. നിന്നെ മറക്കത്തിൽ എന്റെ ദൈവം, നിന്നെ മറക്കത്തിൽ എന്റെ ദൈവം. ഈ പകൽ ഹല്ലേലൂയ. ആമേൻ. അവന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുന്നത്. ആമേൻ. അസാധ്യതകളുടെ മണ്ഡലങ്ങളെ പൊളിക്കുന്നു എന്ന് ദൈവാത്മാവിനോട് പറയുന്നു. അസാധ്യതകളുടെ മണ്ഡലങ്ങളെ പൊളിക്കുന്നു. ആമേൻ. എന്താ ദൈവപ്രവൃത്തി അറിയില്ല, പക്ഷേ അസാധ്യതകളുടെ മണ്ഡലങ്ങളെ പൊളിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്ക് വെളിപ്പെടുത്തുന്നു. ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഇടപെടുക, പരിശുദ്ധാത്മ ഇടപെടുക. ആ നിനക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ, നിനക്ക് വേണ്ടി ചില വഴികൾ, നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ദൈവത്തിന്റെ ഫലത്തിൽ നിനക്ക് വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ. ആമേൻ. അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. ദൈവം
പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനോട് പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യബേസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്. അവൻ യബേസ് ദൈവസന്നിധിയിൽ പറഞ്ഞു, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചു, എന്റെ അതിരൊന്ന് വിശാലപ്പെടുത്തണം. അതിന് വിശാലപ്പെടാൻ പോകുകയാണ്. യബേസ് ഒരു വ്യസനപുത്രനായിട്ട് ജനിച്ചതാ. പലർക്കും അവൻ വ്യസനപുത്രനായിരുന്നു. പലർക്കും അവൻ വ്യസനപുത്രനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനൊരു ജീവിതം പോലും കിട്ടിയതെന്ന്, അവൻ എന്തിനാ ഇങ്ങനൊരു ഭാവി, ഇങ്ങനൊരു ഒരു സൃഷ്ടിപ്പുണ്ടായെന്ന്. പക്ഷേ ആ സൃഷ്ടിപ്പിനകത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവൻ ദൈവസന്നിധി ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിച്ച് എന്റെ അതിരൊന്ന് വിശാലപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ചില വിശാലതകൾ നിന്റെ ഹൃദയത്തിൽ ഉൾപ്പെടെ, നിന്റെ ജീവിത മണ്ഡലത്തിൽ ഉൾപ്പെടെ ദൈവം ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുമ്പോ ദിനവൃത്താന്ത പുസ്തകം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം അവന് വേണ്ടി അവൻ ചോദിച്ചതിന് ദൈവം അവന് നൽകിയെന്നാണ്. യബേസ് ചോദിച്ചതിന് ദൈവം അവന് നൽകിയെന്ന. അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അവൻ അധരം തുറന്ന് പറഞ്ഞപ്പോ അവന് വേണ്ടി ഇടപെട്ട ഒരു സ്വർഗമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് പ്രിയമുള്ളവര്. പ്രത്യേകിച്ച് ആലയത്തിൽ വെച്ച് നീ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷയ്ക്കുണ്ടല്ലോ വിലയുണ്ട്. അങ്ങനെയാ വചനം, ചരിത്രം പറയുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്നേൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പറയാം, കർത്താവേ ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വിഷയത്തെ ഒരു പ്രാവശ്യം കൂടെ നോർത്തു. എന്താ ഓരോരുത്തർക്കുള്ള വിഷയം എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് വിശാലതയിലേക്കാണ് ദൈവം നടത്താൻ പോകുന്നത്. ചിലർക്ക് കൈകളുടെ പ്രവൃത്തി ദൈവം അനുഗ്രഹിക്കുകയായിരിക്കും. പല പല കാര്യങ്ങളായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയം വേദനിച്ച ചില കാര്യങ്ങളുണ്ട്. മറുപടി ഇല്ലാതെ വേദനിച്ചു പോയ ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. അതിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊതിച്ചല്ലോ, കഴിഞ്ഞ നാളുകളിൽ കൊതിച്ചല്ലോ. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, തലമുറയുടെ ഭാവിക്ക് വേണ്ടി തുടങ്ങി പല വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ ഹൃദയം നൊമ്പരപ്പെട്ടില്ലേ? ഹല്ലേലൂയ. എന്റെ ദൈവം ഇത് കാണുന്നില്ല എന്നൊക്കെ ചിന്തിച്ച മേഖലകളുണ്ടല്ലോ. എന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, കേട്ട ദൂതുകളൊന്നും നിവൃത്തിയായില്ലല്ലോ എന്ന് പോലും നീ നിന്റെ ഹൃദയത്തിൽ പറയുമ്പോ ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവം മാറിയിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ ദൈവാത്മാവനോട് പറയുന്നു. നിന്റെ മുമ്പിൽ ചില അത്ഭുതകരമായ വിടുതലുകൾ നീ ഉദ്ദേശിക്കാത്ത വഴിയിൽ നിന്ന് വെളിപ്പെട്ടു വരുമെന്ന് ഈ പകൽ ആത്മാവ് വിളിച്ചു പറയുമ്പോ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. എങ്ങനെയെന്ന് നീ ചോദിക്കണ്ട. അതിന് വേണ്ട ഉറവയെ തുറക്കാനും എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും കണ്ടും കേട്ടും ഹല്ലേലൂയ പോകുമ്പോ പലതും കാണാതെ ഇരിക്കാൻ നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. പലതിനും ഹല്ലേലൂയ മറുപടി പറയാനില്ലാതെ അങ്ങനെ പോകുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുകയാ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ ആലയത്തിൽ കഴിക്കുന്ന അപേക്ഷ അത് ദൈവം നിനക്ക് നൽകും. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ കേൾപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് തന്നല്ലോ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഏൽപ്പിക്കുന്നു. സ്വർഗമെല്ലാം നന്നായി ചെയ്യുന്നു. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അപ്പാ, ഇന്ന് പകൽ ഈ വെളിപ്പെട്ട ദൈവവചനം ഇവർക്ക് ജീവനായി വ്യാപരിക്കണം. ഞങ്ങൾ ഒരുമിച്ച്, അടിയനുൾപ്പെടെ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങൾ വേദനിച്ച, ഞങ്ങൾ ചോദിച്ച വിഷയത്തിന് ഇന്ന് ഇവിടെ മറുപടി ഉണ്ടെന്ന് അവിടെ തന്നെ ഏൽപ്പിച്ച വചനം ഞാൻ വിളിച്ചു പറഞ്ഞു. അതിനെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അതിന് അടിസ്ഥാന
അടിസ്ഥാനമിടുന്നതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരാണ്ടിന് മുമ്പ് ഞങ്ങൾ ഇതിന്റെ വിടുതലുകൾ കാണണം. അപ്പൊ നീ അത് ചെയ്യും, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ശുഭത്തെ ഏൽപ്പിക്കുന്നു. സ്വർഗമെല്ലാം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം എന്റെ ദൈവത്തിന് യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുന്നോട്ട് വന്നേ.